ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയധികം ദേശഭക്തി ഗാനങ്ങൾ രചിക്കപ്പെട്ട ഒരു രാഷ്ട്രമില്ല. നമുക്കറിയില്ല, ഇതിന്റെ വലിപ്പം നമുക്കറിയില്ല. ഇത് അജ്ഞാത കർത്തൃകങ്ങളാണ്. അതാണല്ലോ ഏറ്റവും രസം. ത്യാഗരാജസ്വാമിയൊക്കെ കീർത്തനം എഴുതുമ്പോൾ ഇതി കൃതി വിരചിത എന്ന് എവിടെയെങ്കിലും ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. നമ്മുടെ ഈ കർണാടക സംഗീതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയുടെ ഒക്കെ ആൾക്കാർ വരുമ്പോൾ അവരുടെ ആ കർത്താവിൻ്റെ ഒരു സിഗ്നേച്ചർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതൊരു സിഗ്നേച്ചറും ഇല്ല. മഹാകവികൾ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, മഹാകവികൾ, ഒരു സിഗ്നേച്ചറും ഇല്ല. അവിടെ പോലും നമ്മൾ പേരും പ്രശസ്തിയും ത്യജിക്കുന്നതിന്റെ കാരണം അത് രാഷ്ട്രപൂജയ്ക്കായി സമർപ്പിക്കപ്പെട്ട അക്ഷരമാല്യമാണ്. അതാണ് എൻ്റെ കൺസെപ്റ്റ്. രാഷ്ട്രപൂജയ്ക്കായി സമർപ്പിക്കപ്പെട്ട അക്ഷരമാല്യമാണ് ഗണഗീതം എന്ന് പറയും. അവിടെ എൻ്റെ മാല, ഇപ്പം നമ്മളൊക്കെ ചില ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രതിഷ്ഠയെക്കാളും വലിയ അക്ഷരത്തിൽ ദാമോദരൻ തെക്കേ കണ്ടത്തിൽ വക സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെക്കുക. ഒരു പൊട്ട ക്ലോക്കൊക്കെ ആയിരിക്കും ചിലപ്പം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ മഹത്തായ ഗീതത്തിൻ്റെ ഒക്കെ ചുവട്ടിൽ നമ്മൾ എന്തൊക്കെ എഴുതി വെക്കേണ്ടി വരും? ഇവിടെ ആരുടെയും ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും ഇത് ആര് എവിടെ എന്നൊന്നും അറിയില്ല. ആൾക്കാർ പാടി നടക്കുന്നുണ്ട്.